എല്ലാ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ എല്ലാവരും കുംഭമേളയ്ക്ക് പോയി വളരെയധികം പുണ്യം നേടിയിരിക്കുന്ന സമയമാണ്. ആ കുംഭമേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭാഗ്യമായിട്ട് നിങ്ങൾ കണക്കാക്കാം. പോകാൻ സാധിച്ചും അവരുടെ സ്നാനം ചെയ്യാൻ സാധിച്ചൊക്കെ നിങ്ങൾ ഒരു മുജ്ജമ്മ സുഹൃതം കൊണ്ടുണ്ടായ ഭാഗ്യം കൊണ്ടാണ് അത് സാധിച്ചത് തന്നെ. അതേപോലത്തെ ഭാഗ്യം തന്നെയാണ് ഈ ഭാഗവത് സത്രത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ. ഭാഗവത് സത്രം ഭഗവാന്റെ കഥകളാണ്. 42ാമത് സത്രം നടക്കുന്നത് ആലപ്പുഴ കലബൂർ മാരൻകുളങ്ങര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അവിടെയാണ് എല്ലാവരും പോകുന്നതും വരുന്നതും ഒക്കെ അവർക്കാണ്. ഈ സത്രത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ അതും ഈ അമൃതസ്ഥാനം പോലെ തന്നെ വളരെയധികം പുണ്യമായിട്ടുള്ള കാര്യമാണ്. ഭാഗവതത്തിൽ ലയിക്കുക, ഭാഗവതത്തിൽ ലയിച്ച് ചേരണം എന്ന് പറയും. ലയിച്ച് ചേർന്ന് മാത്രം ഈ കേൾക്കുന്നത് അഷ്ടകൊല്ലം വരെയുള്ള ആ ശ്രവണം ശക്തി നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മളതിന് മഞ്ഞ് ചെയ്ത് നമ്മുടെ മനസ്സിലെത്തിക്കണം. ഭാഗവതം അതെ ഭഗവാനെ നമ്മുടെ മനസ്സിലെത്തിക്കണം. അങ്ങനെ മനസ്സിൽ എല്ലാ കൊല്ലവും സത്സം നടക്കുന്നത്. അപ്പോൾ ഈ ആ സത്സത്തിൽ ഒരു കൊല്ലത്തെ ശ്രവണശക്തി അല്ലെങ്കിൽ ആ ശ്രവണ ഫലം മഞ്ഞം ചെയ്ത് നമ്മൾ അഷ്ടകൊല്ലം വരെ എത്തിക്കുക. അഷ്ടകൊല്ലം അധികം കേൾക്കുക, അത് പിന്നത്തെ കൊല്ലം വരെ എത്തിക്കുക. അങ്ങനെ മഞ്ഞം ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ അവസാനം പൂന്താനം ഉള്ളവരോട് സ്വർഗസ് പോയി പറയുന്നുള്ളൂ. അതേപോലെ നമുക്കും ഭഗവാനിൽ ജയിച്ച് സ്വർഗസ് അദ്ദേഹത്തിനൊപ്പം എപ്പോഴും പോകാൻ കഴിയാനുള്ളൊരു സൗഭാഗ്യം നമുക്കുണ്ടാവും. അങ്ങനെ ഒരു മനസ്സും അങ്ങനെ ഒരു സാഫല്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗവത് ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു. ഇത്തവണ പ്രത്യേക ഗോപിക സംഘം എന്നുണ്ട്. 16,000 ഗോപികമാർ അവരുടെ സംഗമം. അത് ഒരു വളരെ പ്രത്യേകതയാണ്. കേരളത്തിലെ സത്സംഗം ഇങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് എല്ലാവരും അത് കാണാനും കേൾക്കാനും ഒക്കെ പങ്കെടുക്കുക. അതൊരു വിജയം എന്ന് പറയാൻ വയ്യ. ഭാഗവതം ശാസ്ത്രം വിജയിക്കുക അങ്ങനെ വയ്യ. എല്ലാവർക്കും വിജയമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഒരു ഉൾക്കാമ്പിൽ എത്താൻ സാധിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഭാഗവത ശാസ്ത്രം വിജയമാവുക. അപ്പം അതുപോലെ എല്ലാവരുടെ മനസ്സിലും ഈ ഭഗവാൻ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ കളിയാകാനുള്ള ഒരു അവസരം ഈ ഭാഗവത ശാസ്ത്രം കൊണ്ട് ഉണ്ടാവട്ടെ. അതിന് ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.